ജയേട്ടൻ്റെ മരണമാണ്. എന്താ വെച്ചാൽ ഇങ്ങനൊരു ആക്സിഡൻറ്റ് വന്ന് ഇപ്പം ഓഫ് കോഴ്സ് മരണം പലതരത്തിലും വരുന്നു. പക്ഷെ എന്നാലും നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കൊടിയേറ്റം ഗോപി എന്നുള്ള നടൻ നാഷണൽ അവാർഡ് വിന്നർ, അങ്ങനെ ഒരു നടനെ നമ്മൾ കാണുന്നു ആദ്യമായിട്ട്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പം പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും വേണിച്ചേട്ടൻ്റെ ഒരു കത്ത് വരുന്നു, ലൊക്കേഷനിലേക്ക് പോകണം, ഷൊർണൂർ തിരുനാവായലാണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ വെച്ചു അപ്പം ഞാൻ ഉണ്ടല്ലേ അതിലെന്നുള്ളത്. ഞാൻ വേണിച്ചേട്ടനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്യൂ എന്ത് പറ്റി ചേട്ടൻ, എന്താ വെച്ചാൽ കണ്ടിട്ട് കുറച്ച് ഒരു സുഖം ഇല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ല അസുഖമായിട്ട് കിടക്കുന്നു, തിരിച്ചു വരും എന്നുള്ള ഇതാണല്ലോ. ഞാൻ ആ ഒരൊറ്റ ബ്ലാക്ക് ആൻഡ് വൈറ്റേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാം കളർ ഫിലിംസാണ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊരു നിയോഗം, അങ്ങനെയും ഒരു നിയോഗമുണ്ടായി. എനിക്കൊരു ഓർമ്മയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഫിലിം മലയാള സിനിമ കാണുന്നത് ചെമ്മീനാണ്. പക്ഷേ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ആ കുട്ടിക്ക് ഇങ്ങനൊരു സൈഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞേയില്ല. 44 വർഷം കഴിഞ്ഞിട്ട് പടം റിസ്റ്റോർ ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്രയുടെ രാത്രി കണ്ടു, യു ആർ ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നത്. ഞാനിവിടെ വന്ന് എന്തിനാണെന്നറിയോ ജലജ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ രാധയാവാൻ. അപ്പം ഇങ്ങനെ ജലജ എന്ന് പറഞ്ഞൊരു നടിയുണ്ടെന്ന് അറിയാൻ ഒരു നിമിത്തമായത് രാധ എന്ന പെൺകുട്ടിയാണ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. മലയാളത്തിന്റെ ശാലീന സൗന്ദര്യം ജലജ, നമസ്കാരം. ഞാൻ നമ്മൾ ഈ ഇന്റർവ്യൂവിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ഒടുവിൽ വിളിക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. തുടർച്ചയായിട്ട് അമ്മയടുത്ത് പോയിട്ട് പൊങ്കാല ഇടാറുണ്ട്. അമ്മയുടെ കടുത്ത ഭക്തയാണോ? ദൈവവിശ്വാസിയാണ്. അപ്പം അമ്മയായാലും അമ്മ എന്ന് പറയുന്നത് മദർ നേച്ചർ അല്ലേ. അപ്പം നമുക്ക് നേച്ചറിനോടുള്ള ആ ഒരു എന്താണ്, നേച്ചറുമായിട്ടല്ലേ നമുക്ക് കൂടുതൽ ഇത്. അപ്പം അമ്മ അല്ലെങ്കിൽ ഏത് അമ്പലങ്ങളാണെങ്കിലും ഞാൻ പോവാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നല്ലൊരു എന്താണ് എങ്ങനെ പറയുക, വിശ്വാസിയാണ്. സ്ഥിരമായിട്ട് പോകുന്ന അമ്പലങ്ങളുണ്ടോ? ഉണ്ട്. ഇത് ഇപ്പം ആറ്റുകാൽ പോകാറുണ്ട്, അല്ലെങ്കിൽ ഗണപതി, പഴങ്ങാടി ഗണപതി ഉണ്ട്, ഹനുമാൻ പാളയം ഹനുമാൻ ക്ഷേത്രമുണ്ട്. അപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ ഈ ചുറ്റുവട്ടത്തിലെ എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലായിടത്തും അയ്യപ്പനുണ്ട്, മുരുകനുണ്ട്. ആഴ്ചയിൽ ഇന്ന ദിവസം അങ്ങനെയൊന്നുമില്ല. അല്ല, അത് നോക്കാറുണ്ട്. മിക്കപ്പോഴും ആ ദിവസങ്ങളിൽ നോക്കിയാൽ പോകുന്നത്. എല്ലാ ദിവസത്തെയും ഓരോ ദിവസം എന്നുള്ള ഇതിൽ പോകാറുണ്ട്. അല്ലാത്തപ്പം ചില ദിവസം ഇടയ്ക്കും പോവാറുണ്ട്. ഈ ജലജ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എനിക്കൊന്ന് ലക്ഷ്മി ദേവിയുടെ ഒരു പര്യായം, അത് കേട്ടിട്ടുണ്ടോ? അത് അങ്ങനെയായിട്ട് എനിക്ക് ഉണ്ട്. ലക്ഷ്മി ദേവിക്ക് ജലജ എന്ന് പറഞ്ഞ പര്യായം ഉണ്ട്, ജലത്തിൽ നിന്ന് വരുന്നവൾ എന്നർത്ഥത്തില്. അതെ. അങ്ങനെയും ദേവിയുമായിട്ടും അമ്മയായിട്ടൊക്കെ വളരെ ബന്ധമുണ്ട് ആ പേരിന്. അമ്മ അത് ഇട്ടപ്പോ എനിക്ക് അറിഞ്ഞൂടാ, സരസ്വതി അമ്മ ഇട്ടപ്പോ ആ പേരിൽ അങ്ങനെയാണോ അറിയില്ല. സരസ്വതി അമ്മയും വാസുദേവൻ പിള്ളയും. വാസുദേവൻ പിള്ള അമ്മയും അച്ഛനും. അതെ. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ആ പേരിന്റെ കൗതുകം എന്താണെന്നുള്ളത്? അല്ല, പക്ഷെ അങ്ങനെയായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് മാത്രമല്ല അച്ഛൻ പറഞ്ഞത്, ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാലും നിന്റെ പേര് ഒരുപോലെ തന്നെയാണ്. സ്പെല്ലിംഗ് പക്ഷേ ഇംഗ്ലീഷിൽ എല്ലാവരും എൻ്റെ പേര് എഴുതുമ്പോഴത്തേക്കും എഴുതുന്നത് JALAJA എന്നാണ്. പക്ഷെ അച്ഛൻ എനിക്ക് അല്ല, JE എന്നാണ്, ജലജ എന്നല്ല. മലയാളത്തിൽ ജലജ ഒരക്ഷരമല്ലേ, രണ്ടും ജാജ അല്ലേ. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജലജ, JE ആണ് എൻ്റെ പേര് വരുന്നത്. താരങ്ങളുടെയൊക്കെ ഒരു ബയോഗ്രഫി അന്വേഷിച്ചപ്പോഴും പലരും വിദേശത്തൊക്കെ പോയി, വിദേശ ബന്ധമുണ്ട് പലർക്കും. കാരണം പഠിച്ചവരാവാം, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ അവിടെ കൊണ്ട് പോയിട്ടുള്ളവരാവാം, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥലത്ത് അവിടെ തന്നെ ജനിച്ച് മലേഷ്യ പോലുള്ള സ്ഥലത്ത് ജനിച്ചിട്ട് അവിടെ തന്നെ പഠിച്ച ഒരാൾ എനിക്കൊന്നും വേറെ ഒരാളുമില്ല. അങ്ങനെ വാസ്തവത്തിൽ ജന്മം കൊണ്ട് മലേഷ്യക്കാരിയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും ലൈക്ക് അവരവിടെ തന്നെ താമസിക്കുമായിരുന്നെങ്കിൽ, പാസ്പോർട്ട് മാറ്റിയിരുന്നെങ്കിൽ ഞാൻ മലേഷ്യൻ സിറ്റിസൺ ആയേനെ. പക്ഷെ അതിൽ വന്ന് എൻ്റെ അച്ഛൻ ഭയങ്കര പേട്രിയോട്ടിക് ആയിട്ടുള്ള ആളാണ്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒക്കെ ആളാണ്. അപ്പം ഫോളോ ചെയ്യുന്നതും അച്ഛൻ്റെ ഐഡലായിട്ടൊക്കെ നോക്കുന്ന അദ്ദേഹത്തെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ ശരിക്കും അവിടെ മലേഷ്യയിൽ ഇംഗ്ലീഷും അതെ ജോഗ്രഫിയും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സിവിൽ വാർ വന്നായിരുന്നു. ആ സിവിൽ വാറിന് ശേഷം നമ്മൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ അച്ഛന് ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് മലേഷ്യൻ പാസ്പോർട്ട് എടുക്കണം. അച്ഛൻ പറഞ്ഞ് അങ്ങനെ എടുക്കുന്ന പ്രശ്നമില്ല. അപ്പം ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് ആ വ്യത്യാസമോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. അത് വന്നു കഴിഞ്ഞ് വലുതായപ്പോഴാണ് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയുന്നത്. അപ്പം ആ സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും പാസ്പോർട്ടിലാണ് ഞങ്ങളുടെ പേരിൽ, അമ്മയുടെ പാസ്പോർട്ടിലാണ് ഞങ്ങളുടെ കുട്ടികളുടെയൊക്കെ പേര് വരുന്നത്. ഞങ്ങൾക്ക് പാസ്പോർട്ട് അപ്പം ആവശ്യമില്ല. അപ്പം
വരാൻ നേരത്ത് അത് ഞങ്ങൾക്ക് അച്ഛൻ അവിടെ നിന്ന് ഞങ്ങൾക്ക് മലേഷ്യൻ പാസ്പോർട്ട് എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ മലേഷ്യൻ സിറ്റിസൻസ് ആയേനെ. പക്ഷെ അച്ഛൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല, ഞങ്ങൾക്കറിയില്ല. പിന്നെ അച്ഛൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നു, നമ്മൾ ഇന്ത്യൻസ് ആണ്, ഭാരതത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു ഇതിലാണ് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തത്. അപ്പം എനിക്ക് അതിലൊരു അനുഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം മലേഷ്യയിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അന്ന് ഇപ്പോഴത്തെ പോലത്തെ ഫ്ലൈറ്റ്സ് അധികം ഇല്ലല്ലോ. അപ്പോൾ ചെന്നൈ പോയിട്ട് വേണം പോകാനായിട്ട്. അപ്പം എൻ്റെ പാസ്പോർട്ട് അവിടെ ചെന്നൈയിൽ ഇമിഗ്രേഷൻ്റെ അവിടെ കാണിച്ചപ്പം ആൾ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ரொம்ப സ്ട്രേഞ്ചാக இருக்கേ. അപ്പം ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? ഇല്ല, നിങ്ങൾ ജനിച്ചത് മലേഷ്യയിലാണ്, പക്ഷെ പാസ്പോർട്ട് ഹോൾഡർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ, അങ്ങനെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. പക്ഷെ മലേഷ്യ ജനിച്ചവർ അവർക്ക് മലേഷ്യൻ പാസ്പോർട്ട് മതി, അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് വേണ്ട. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് അതിൽ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരാളാണ്, അപ്പം ആ പ്രൗഡ് ഡോട്ടറാണ് ഞാനും എന്ന് പറഞ്ഞു. പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് സെന്റ് ജോസഫ് ആണ് അല്ലേ? ഇവിടെ ഹൈസ്കൂളിൽ പഠിച്ചു. പ്രീ ഡിഗ്രി പഠനകാലത്ത് നെടുമുടി വേണുചേട്ടൻ്റെയും ഫാസിലിനോടൊപ്പം ഒരു നാടകം ഒരു ഏകാംഗ നാടകം കോളേജിലാണ് പഠിച്ചത്. അതെങ്ങനെ ഒരുമിച്ച്? അങ്ങനെയല്ല, എന്താ വെച്ചാൽ അവരെൻ്റെ സീനിയർ തന്നെയാണ്, പക്ഷേ ഒരു ഡ്രാമ ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ കോളേജിൽ ആണത് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള പരിചയത്തിലാണ് ഈ ഡ്രാമ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ അതിൽ ഭാരത മാതാവായിട്ടാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ഏകാംഗ നാടകം ചെയ്യാനായിട്ട് വിളിച്ചപ്പോഴത്തേക്കും അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കോളേജിൻ്റെ ഇതല്ല, ഇല്ല കോളേജിൻ്റെ അല്ല, എൻ്റെ കോളേജും അവരുടെ കോളേജിൻ്റെ അല്ല ഒരു അതെ അങ്ങനെ ചെയ്താണ്. അവിടെ ലിയോ 13 എന്ന് പറഞ്ഞ സ്കൂളുണ്ട് ആലപ്പുഴയിൽ തന്നെ. അപ്പം ഞങ്ങളുടെ കോളേജിൻ്റെ തൊട്ടടുത്താണ്, അവിടെ വെച്ചായിരുന്നു ഇത്. അങ്ങനെ ചെയ്താണ് നാടകത്തിന്റെ ഭാഗമായിട്ട്. അറിയില്ല, അപ്പോഴാണ് ആദ്യമായിട്ട് ഇവരെല്ലാം പരിചയപ്പെടുന്നതും എല്ലാം. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് വേണുചേട്ടൻ പറയുന്നത് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണം. അപ്പം ഞാൻ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ നമ്മളെയൊക്കെ വിളിക്കുമോ? വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ളൊരു, നമ്മൾ അന്നേരം വലിയ സ്ക്രീനിൽ കാണുന്ന മധു സാറ്, നസീർ സാറ്, ഷീലാമ്മ, ജയഭാരതി, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റാർ കാസ്റ്റ് അല്ലേ അപ്പം നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾക്ക് അങ്ങനെയുള്ളൊരു എന്താണ് നമ്മളങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ആ സമയത്ത്. പിന്നെ ഇത് പറ്റുമോയെന്ന് തന്നെ എനിക്കറിയില്ല. അങ്ങനെ വന്നപ്പോഴേ പറയാം, എന്തായാലും അരവിന്ദൻ സാറിൻ്റെ പടമല്ലേ, പുള്ളി പുതിയ ആൾക്കാരെ നോക്കുന്നത്, ചിലച്ചൊരു ഫോട്ടോ തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഫോട്ടോ കൊടുക്കുന്നതിന് എനിക്ക് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു ചേട്ടാ തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അന്നേരം ഇന്നത്തെ പോലെ നമ്മളുടെ മൊബൈൽ ഫോണൊന്നും ഇല്ല, ഫോണും ഇല്ല. അപ്പം ചേട്ടനൊരു കത്ത് എഴുതി ഇങ്ങനെ ട്രിവാൻഡ്രത്ത് ഡയറക്ടർ, അപ്പം ഞങ്ങൾ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്, ട്രിവാൻഡ്രത്ത് അരവിന്ദ് സാറിനെ വന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ സാറിനെ കാണാനായിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാർ എന്തോ അത്യാവശ്യത്തിന് പുള്ളിയുടെ കാഞ്ചന സീഡയുടെ വർക്ക്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏതാണ്ട് നടക്കുമായിരുന്നു. അതിനായിട്ട് ചെന്നൈയിലേക്കാണോ ഡൽഹിയിലേക്കോ പുള്ളി പോയി. അറിയിക്കാനുള്ള സമയവും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയിട്ട് കണ്ടില്ല, തിരിച്ചങ്ങ് പോയി. അപ്പോൾ എനിക്കങ്ങനെ വലിയ നിരാശ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ഹോപ്പ് വെച്ച് വന്നില്ല. എന്താ വെച്ചാൽ ഒന്നാം തരം നമ്മൾ എടുക്കുമെന്നേ നമുക്കറിയില്ല, കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള മട്ട് ആ ഒരു മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ പഠിക്കുന്നത് കൊണ്ട് അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടില്ല, തിരിച്ചു പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് വിവരം വന്നില്ല. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും വേണിച്ചേട്ടൻ്റെ ഒരു കത്ത് വരുന്നു, നമുക്ക് ഷൂട്ടിങ്ങിന് ലൊക്കേഷനിലേക്ക് പോകണം, ഷൊർണൂർ തിരുനാവായലാണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വെച്ചു അപ്പം ഞാൻ ഉണ്ടല്ലേ അതിലെന്നുള്ളത്. അങ്ങനെ ചേട്ടനും വന്ന് ഞാൻ, അമ്മ, ചേട്ടൻ, അങ്ങനെയാണ് ഞങ്ങൾ ഷൊർണൂർക്ക് പോകുന്നതും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ആ സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ എത്തുമ്പോൾ ഒരു സന്ധ്യ ആയിക്കഴിഞ്ഞു. അവർ നമുക്ക് ഡയറക്ടറെ പോയി കാണാൻ, പരിചയപ്പെടാൻ, എന്താ വെച്ചാൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സീൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ വാതിക്കൽ ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അന്നെന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാൻ പോകണമെന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് അല്ല എനിക്ക് കാണുന്നത്. ഷൂട്ടിങ്ങും അല്ല, കൊടിയേറ്റം ഗോപി എന്നുള്ള നടൻ നാഷണൽ അവാർഡ് വിന്നർ, അങ്ങനെ ഒരു നടനെ നമ്മൾ കാണുന്നു ആദ്യമായിട്ട്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പം പോയി പരിചയപ്പെട്ടു, പിന്നെ അരവിന്ദൻ സാറിനെ പരിചയപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നാളെ വർക്കുണ്ട്, നാളെ രാവിലെ. ശരി എന്ന് പറഞ്ഞ് കുറച്ച് നേരം കൂടെ ഇരുന്ന് ഷൂട്ടിങ് കണ്ടിട്ട് തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ വർക്ക്. ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ പുഴയുണ്ടല്ലോ ഷൊർണൂർ, നിള നദി. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ കയറി വരുന്ന ഷോട്ടാണ് ആദ്യം എടുത്തത്. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. വെച്ചാൽ നമ്മൾ നടന്ന് വരുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ആ പടത്തിൽ വേറൊരു രസമുള്ളത്, എനിക്ക് ഒറ്റ ഡയലോഗില്ല, എല്ലാം
എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ സാറെല്ലാം എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിലും വളരെ മിതഭാഷിയാണ്, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ആളാണ്. എല്ലാം എന്താ വേണ്ടത്, എങ്ങനെ വേണ്ടത് എന്നുള്ളതെല്ലാം പറഞ്ഞിട്ട്. അപ്പം നമ്മൾ നടന്നിങ്ങനെ വരുമ്പം പമ്പ് ഹൗസ് ഉണ്ട് അവിടെ. പമ്പ് ഹൗസിൻ്റെ അവിടുത്തെ വർക്കറായിട്ടാണ് ശ്രീരാമൻ ചേട്ടൻ. അപ്പോൾ പുള്ളി അവിടെ ഇരിക്കുന്നു. അപ്പം ഒരു നോട്ടം നോക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു പോകണു എന്നുള്ളത്. പിന്നെ തുണി വിരിക്കുമ്പം പുള്ളിയെ നോക്കുന്നു. അപ്പം ക്ലോസും കട്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് ഷോട്ട്സ് എടുത്തത്. ആ ഒരു പടം ഒരു നിമിത്തം എന്ന് പറയുന്നതാണ്. കഴിഞ്ഞ വർഷം ക്യാൻ ഫെസ്റ്റിവലിലേക്ക്, കഴിഞ്ഞല്ല 2022, കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് നമ്മളിപ്പം 24 ആയല്ലോ, 22-ൽ ക്യാൻ ഫെസ്റ്റിവലിലേക്ക് 44 വർഷം കഴിഞ്ഞിട്ട് പടം റിസ്റ്റോർ ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ അഭിനയിച്ചൊരു പടം, ഒരു പുതിയ പടം അഭിനയിച്ചു, അതൊരു ഫെസ്റ്റിവലിന് പോകണു അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പടം അവിടെ സെലക്ട് ചെയ്ത് അത് ക്ലാസിക് സെക്ഷനിലേക്ക് സെലക്ട് ചെയ്ത പടമാണ്. അപ്പം നമുക്ക് ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ ശരിക്കും അതെ. അപ്പം ഞാൻ പറയും എനിക്കൊരു മഹാഭാഗ്യം തന്നെയാണ് അത്. ഒറ്റ സങ്കടമേ ഉള്ളൂ, അരവിന്ദൻ സാറ്, വേണുചേട്ടൻ ഇവരൊന്നും ഒപ്പം ഇല്ലാതായി പോയി എന്നുള്ള ഒരു ഇതാണ്. ഇല്ലായിരുന്നു. മറ്റേ ഷാജി സാറിന് വന്നില്ല പ്രാവശ്യം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ അവരെ വളരെ സന്തോഷം, പോയിട്ട് വരൂ. അവിടെ റെഡ് കാർപ്പറ്റ് നടക്കുന്നത്. അപ്പം നമ്മൾക്കത് കാണുന്നത് ഐശ്വര്യ റായ്, ദീപിക പദുകോൺ അവരൊക്കെ നടക്കുന്നത്. അപ്പം അങ്ങനെ നടക്കുമ്പോൾ ആദ്യത്തെ മലയാളിയായിട്ട് ഞാനും എൻ്റെ മോള് ദേവിയും കൂടെ ആയിരുന്നു നടന്നത്. അപ്പം അത് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും നമ്മൾ ശരിക്കും നടക്കുവാണോ എന്നൊക്കെയുള്ള ഇതായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു, 44 വർഷത്തിന് മുമ്പ് ഈ പടം ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ, അച്ഛൻ, അമ്മ, എൻ്റെ സിബ്ലിങ്സ് എല്ലാവരും കൂടെയാണ് ആ പടം കാണാൻ പോയത്. അപ്പം പടം കാണാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ 44 വർഷം കഴിഞ്ഞിട്ട് അമ്മുവിൻ്റെ കൂടെയാണ് ഞാൻ പടം കാണുന്നത്, മോളുടെ കൂടെ. അപ്പം അങ്ങനെയും അതൊരു യോഗമല്ലേ അല്ലേ? അല്ലാതെ നമ്മളിപ്പം പ്രതീക്ഷിക്കാതെ എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം അത് ഈ ഫെസ്റ്റിവലിന് തമ്പ് കാണിച്ച ഈ റിസ്റ്റോർഡ് വേർഷൻ കാണിച്ചപ്പോൾ മോള് പോയിരുന്നു കാണാനായിട്ട്. പക്ഷെ എന്നാലും ആ പടം വിദേശത്ത് ഒരു എന്താണ് ഫെസ്റ്റിവൽ എന്ന് തന്നെ നമുക്ക് ക്യാൻ ഫെസ്റ്റിവലിനെ പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് സ്ക്രീനിങ് ഉണ്ടായിരുന്ന ഒരു പടത്തിൽ നമുക്കും പോയി ഇരുന്ന് കാണാനും ജനങ്ങളുടെ റിയാക്ഷൻ എല്ലാം കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. വലിയൊരു ചർച്ച നടക്കുന്നത് ചിലപ്പം ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു പടം, മമ്മൂക്കയുടെ പടം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതൊരു പരീക്ഷണ രീതിയാണെന്നുള്ള രീതിയിലൊരു വളരെ ടോക്കാണ് ഇപ്പോൾ അത്. പക്ഷേ ചേച്ചിക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യമുണ്ട്, രാധ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന സിനിമ. മലയാള സിനിമ ഏറ്റവും അവസാനത്തെ ആ റെക്കോർഡ് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ആ ഒരു റെക്കോർഡ് ഞാനത് അഭിനയിക്കാൻ നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത് ഓഫ്കോഴ്സ് അറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ആ ഒരൊറ്റ ബ്ലാക്ക് ആൻഡ് വൈറ്റേ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാം കളർ ഫിലിംസ് ആ ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഈ പറഞ്ഞ പോലെ നമുക്ക് അതൊരു നിയോഗം, അങ്ങനെയും ഒരു നിയോഗമുണ്ടായി ഏറ്റവും ഒടുവിലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലെ ഭാഗമാകാൻ. അങ്ങനെ കുറേ എനിക്ക് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെയുള്ള ഇത്. എന്നിട്ട് അപ്പം എനിക്ക് എൻ്റെ ഒരു മലേഷ്യയിൽ മലയാളം ഫിലിംസ് വളരെ റെയറായിട്ടാണ് വരിക. തമിഴാണ് കൂടുതൽ വെച്ചാൽ പോപ്പുലേഷൻ കുറേ തമിഴ് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ തമിഴ് പടങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും എന്നെ കൊണ്ട് കർണൻ എന്ന് പറഞ്ഞൊരു പടം, തമിഴിലൊരു പണ്ടത്തെ പടം കാണിക്കാൻ പോയപ്പോഴത്തേക്കും ആ കുഞ്ഞ് പക്ഷെ വളർന്ന് വലുതാവുമല്ലോ. പക്ഷേ ഞാൻ കിടന്ന് കാര്യം എനിക്ക് ആ കുഞ്ഞിനെ കാണണം എന്നുള്ളത്. അപ്പോൾ എനിക്കറിയില്ല, കുഞ്ഞായതുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു കുഞ്ഞല്ലേ. അപ്പോൾ അതെന്തെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അപ്പം അച്ഛൻ പറയാം, ഞാൻ നിന്നെയും കൊണ്ട് വെളിയിൽ പോയി നിൽക്കുമായിരുന്നു, ആൾക്കാർക്ക് ശല്യമാവരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഓർമ്മയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഫിലിം മലയാള സിനിമ കാണുന്നത് ചെമ്മീനാണ്. അപ്പം ചെമ്മീൻ എന്ന് പറഞ്ഞാൽ കളർ ഫിലിമാണ്, നാഷണൽ അവാർഡും ഒത്തിരി കിട്ടിയ ഫിലിമല്ലേ. അപ്പം മലയാള സിനിമയിൽ തന്നെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിലേക്കൊക്കെ പോയ ഒരു ഫിലിമാണ്. ആ പടത്തിൽ അഭിനയിച്ച് ഞങ്ങൾ പടം കാണുമ്പോൾ തന്നെ അന്നേരം ആ സമയത്ത് നാളെ എന്താണ്, ഞാൻ നാളെ എന്താവുന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ആ സമയത്ത് തന്നെ ആ പടം വല്ലാതെ നമ്മളെ എഫക്റ്റ് ചെയ്ത ഒരു പടമാണ്. കുഞ്ഞാണെങ്കിലും അത് കാണുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിലെ ഓരോ ക്യാരക്ടേഴ്സും അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് പോർട്രേ ചെയ്ത ഒരു പടമാണ്. എല്ലാ കാസ്റ്റിംഗ് വളരെ മനോഹരമായിട്ട്, എസ്പെഷ്യലി അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞ ആ ക്യാരക്ടർ നമുക്ക് ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത കുറേ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിലൊരു ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ആ ക്യാരക്ടറിൽ വന്ന് കൊട്ടാരക്കര സാറാണല്ലോ, സാറിൻ്റെ മകളായിട്ടാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ എനിക്ക്. അപ്പോൾ അത് തന്നെ ഞാൻ വന്ന് ഷൂട്ടിംഗ് തുടങ്ങാൻ നേരത്തെ ഇങ്ങനെ സാറിൻ്റെ വന്ന് ഞാൻ കാലൊക്കെ നമസ്കരിച്ച് അപ്പം ഞാൻ ഓർക്കുന്ന അതായിരുന്നു, ഈ മനുഷ്യനെ വന്ന് ഞാൻ
എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്ക്രീനിൽ കണ്ടപ്പം ഞാൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാനോ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഒരു യോഗം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. അതെ, അദ്ദേഹത്തിന്റെ മകളായിട്ടാണ് മകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ സിനിമയിലേക്ക് വന്ന ഒരു ഓർമ്മയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് സിനിമയിൽ നമ്മുടെ അതെ ഞാൻ ശ്രീപ്രിയ പ്രൊഡക്ഷൻസ് ആണ്, അതെ 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 വിശ്വസ്വാമി റെഡ്ഡിയാർ, അതെ ഓഫ്കോഴ്സ് അതെ ആ പടമാണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അപ്പം ഞങ്ങൾ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മേനോൻ ചേട്ടൻ വീട്ടിലിരിക്കുന്നു. അപ്പം ഞാൻ പുള്ളിയെ കണ്ടപ്പോൾ അതും ഒരു ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല ഈ മനുഷ്യൻ എൻ്റെ വീട്ടിൽ വരുന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെ തൊട്ട് മുമ്പാണ് ഉത്രാട രാത്രി കാണുന്നത്, പുള്ളിയുടെ ആദ്യത്തെ ഫിലിം. അപ്പോൾ കണ്ടപ്പോൾ അതിൽ വന്ന് പുള്ളി ഒരു ചെറിയ റോൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ റോളും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് പടത്തിൽ എവിടെയോ നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അതിൽ. അപ്പം ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, യു ഉത്രാട രാത്രി കണ്ടു, യു ആർ ഫാൻറ്റാസ്റ്റിക് ഇൻ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നത്. ഞാനിവിടെ വന്ന് എന്തിനാണെന്നറിയോ ജലജ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ രാധയാവാൻ. അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ്? അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി ഈ കഥ പറഞ്ഞു. രാധ എന്ന് പറയുന്ന ഒരു ഡുവൽ ക്യാരക്ടറായിട്ട് വരുമല്ലോ അതിൽ. ഡുവൽ ക്യാരക്ടറിൽ 2 ക്യാരക്ടേഴ്സാണ് വരുന്നത്. എന്താ വെച്ചാൽ ഒന്ന് രവിമേനോൻ്റെ പെങ്ങളായിട്ടും പിന്നെ മറ്റേ ക്യാരക്ടർ അച്ഛൻ്റെ മോൾ ആയിട്ടും. അപ്പോൾ ആ ക്യാരക്ടറാണ്. അപ്പം ഞാൻ തമ്പ് കണ്ടിട്ടാണ്, പുള്ളി തമ്പ് കണ്ടിട്ടാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. അപ്പം തമ്പ് നിമിത്തം ഇതിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ തമ്പ് എന്ന് പറയുന്ന അന്ന് ആ കാലത്ത് വന്ന് നമ്മൾ പറയുന്ന പോലെ ആർട്ട് ഫിലിം, പിന്നെ കമേഴ്ഷ്യൽ ഫിലിം, പിന്നെ ഒരു പാരലൽ ഫിലിം എന്നും പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ 3 തരത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ 3 തരത്തിലും അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ രാധ എന്ന പെൺകുട്ടിയിൽ അഭിനയിച്ചപ്പം ഒരു ഇതുള്ളത്, ഒരു കമേഴ്ഷ്യൽ ഫിലിമിലേക്കുള്ള എക്സ്പോഷർ എനിക്ക് കിട്ടുന്ന രാധ എന്ന പെൺകുട്ടിയാണ്. പക്ഷെ അതെല്ലാം റിലീസായിട്ട് കുറച്ച് ഓടിയ പടമാണ്. ഒരു 25 അതെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ ജലജ എന്ന് പറഞ്ഞൊരു നടിയുണ്ടെന്ന് അറിയാൻ ഒരു നിമിത്തമായത് രാധ എന്ന പെൺകുട്ടിയാണ്. വളരെ ഉൾക്കടലിലെ സൂസന്ന. അതെ, അല്ല പക്ഷെ അതും പുള്ളിയും ഇതൊക്കെ കണ്ടിട്ടായിരിക്കണമല്ലോ എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ രാധ എന്ന പെൺകുട്ടി വന്നില്ലെങ്കിൽ വരണം എന്നില്ല. അപ്പോൾ ഓരോ നിമിത്തം ഈ പറഞ്ഞ പോലെ ഒരു പസിലാകുമ്പോൾ ഓരോ കഷ്ണങ്ങൾ പെറുക്കി വെക്കുമ്പോഴല്ലേ അത് നേരെയാവുന്നത്. അപ്പം ഇങ്ങനെ വരണം എന്നുള്ള ഓരോ ദൈവത്തിന്റെ നിയോഗമുണ്ട്. അങ്ങനെ സംഭവിച്ചു. ജോർജ് സാറിന്റെ ആ ഉൾക്കടലിലേക്കും അങ്ങനെ തന്നെയാണോ എൻട്രി വന്നത്? അത് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ടായിരിക്കും. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല. അല്ല, എനിക്ക് ഇതിൽ ഒരു ക്യാരക്ടറുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ആ പടം കാരണം സാർ വന്ന് എന്നെ യവനികയിലേക്കും വിളിച്ചു. അപ്പം അതും ഒരു കണക്ഷൻ വരുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇതിൽ വന്നിട്ടാണ് വരുന്നത്. ഉൾക്കടലിന് മുമ്പാണ് 2 പെൺകുട്ടികൾ അല്ലേ? ശാലിനിയുടെ കൂട്ടുകാർ അത് മുമ്പെയാണ്. ശാലിനിയുടെ കൂട്ടുകാർ. അതെ, അതിനകത്തെല്ലാം ശോഭയുണ്ട്. ഉണ്ട്. നിങ്ങളുടെ നല്ലൊരു ബോണ്ടിങ് ഉള്ളൊരു. അല്ല, നമ്മുടെ ബോണ്ടിങ് കൂടുതൽ വരുന്ന വെച്ചാൽ ഇതിൽ ശാലിനിയുടെ കൂട്ടുകാരാണ്. ഞങ്ങൾ 1 മാസത്തോളം അളകാപുരിയിൽ കോഴിക്കോട് താമസിച്ചതാണ്. അപ്പം എല്ലാ ദിവസവും ഞങ്ങൾക്ക് 2 പേർക്കല്ലേ സീൻസ് ഉള്ളത്. അപ്പം നമ്മൾ കൂടുതൽ അടുക്കുകയും നമ്മൾക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു, നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഇതുണ്ടായിരുന്നു. പക്ഷെ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ആ കുട്ടിക്ക് ഇങ്ങനൊരു സൈഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞേയില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾ 1 മാസത്തോളം ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഒരാൾക്ക് എന്തെങ്കിലും ഇപ്പം ഒരു വിഷമമോ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറഞ്ഞാലല്ലേ നമുക്കറിയൂ. അല്ലാതെ നമുക്ക് ചോദിക്കാൻ, എനിക്കങ്ങനെ ചോദിക്കാനായിട്ട് എന്താ വെച്ചാൽ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഇത്. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ കേട്ടു എന്നുള്ളതല്ലാതെ അപ്പം നമുക്കങ്ങനെ അറിയില്ലല്ലോ. അതെ, സന്തോഷമായിട്ട്. അല്ലാതെ അങ്ങനെ ഒരു ദിവസം പോലും സെറ്റിൽ നമുക്കൊരു ആ കുട്ടി ഒരു വിഷമിച്ചിരിക്കുവോ അല്ലെങ്കിൽ ഇന്ന് മൂഡ് ഓഫ്, നമ്മൾ ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാം സെൻസിറ്റീവാണ്. ചില ദിവസം നമുക്കൊരു മൂഡ് ഓഫ് കാണും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണും. പക്ഷെ ഒരു ദിവസം പോലും സെറ്റിൽ നമുക്കൊരു എന്തെങ്കിലും വിഷമമോ സങ്കടമോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല, പ്രകടിപ്പിച്ചിട്ടും ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ ഇല്ലാത്തപ്പം നമുക്കറിയില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ മരണം എന്ന് പറഞ്ഞ് ഇത് പേപ്പറിൽ കണ്ടു ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തിനാണ്? ഇല്ല, ചെന്നൈയിലായിരുന്നു. എനിക്ക് വർക്കായിട്ട് എവിടെയോ ഇവിടെ നാട്ടിൽ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു ഇപ്പം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ പല മൈൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഇതൊരു വല്ലാത്തൊരു നമുക്ക് വേദന തന്ന ഒരു ഇതാണ്. മറ്റൊരു ഷോക്ക് എന്ന് പറയുന്നത് ജയേട്ടൻ്റെ മരണമാണ്. എന്താ വെച്ചാൽ അതിന് കുറച്ച് മുമ്പെയാണ് ചാകര എന്ന് പറഞ്ഞ പടത്തിൽ പുള്ളിയുടെ അനിയത്തിയായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അപ്പം
അനിയത്തി എന്ന് പറഞ്ഞാൽ അനിയത്തി കുട്ടി എന്നുള്ള ഇതിലാണ് എപ്പോഴും സ്നേഹത്തോടെ ഇരിക്കുന്നതും അഭിനയിക്കുക നേരത്തെ തന്നെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു ആക്സിഡൻറ്റ് വന്ന് ഇപ്പം ഓഫ് കോഴ്സ് മരണം പലതരത്തിലും വരുന്നു. പക്ഷെ എന്നാലും നമ്മൾ എന്താണ് രംഗബോധമില്ലാത്തൊരു എന്ന് പറയുന്ന പോലെ വരുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതേപോലെ എനിക്ക് തോന്നുന്നു നെടുമുടി വേണിച്ചേട്ട് കഴിഞ്ഞാൽ മറ്റൊരു വേണു എന്ന് പറയുന്നത് വേണു നാഗവള്ളിയാണ്. ഇതൊന്ന് അക്കാലത്തെ ഒരു ഹിറ്റ് ജോഡികളായിരുന്നു മലയാളത്തിലെ എല്ലാവർക്കും. ശോക നായികയും നായകനുമായിരുന്നു മലയാളത്തിലെ. എത്ര ഹിറ്റ് സിനിമകൾ കൊടുത്തവരാണ് അല്ലേ? അപ്പോൾ അതേമായിട്ടുള്ള സൗഹൃദമായിരുന്നു. അയ്യോ തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ വേണുചേട്ടൻ എനിക്ക് 2 വേണുചേട്ടന്മാരെ എനിക്ക് 2 ചേട്ടന്മാർ തന്നെയാണ്, വലിയേട്ടന്മാർ തന്നെയായിരുന്നു എല്ലാം. എപ്പോഴും അദ്ദേഹത്തിന് ആദ്യം എവിടെ വെച്ചാൽ കാണുന്നത് വേണു നാഗവള്ളി? ഇതില് ഉൾക്കടലിൽ വെച്ചിട്ട് ഉൾക്കടലിൽ വെച്ചിട്ടാണ് കാണുന്നത്. പരിചയമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ യവനികയിലും മറ്റും അങ്ങനെയുള്ള പടങ്ങളും പിന്നെ ഒരു സുകാര്യം അങ്ങനെയൊക്കെയുള്ള കുമാർ സാറിൻ്റെ പടം അപ്പം അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു നമുക്ക് ഇപ്പം സെറ്റിൽ പോകുമ്പോഴാണ് എനിക്ക് സെറ്റിൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഫാമിലി നമ്മൾ പോയി ജോയിൻ ചെയ്യുന്ന പോലെയാണ്. എന്താ വെച്ചാൽ പടം കഴിഞ്ഞാൽ നമ്മൾ പോണു, പിന്നെ നമ്മൾ കോൺടാക്റ്റ് ഇല്ല. എന്താ വെച്ചാൽ അന്ന് ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് ഒന്നും ഇല്ലാത്തൊരു കാലം ആയതുകൊണ്ട് നമ്മളുടെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോകുന്നു, അടുത്ത ലൊക്കേഷനിലേക്ക് പോകണു. പക്ഷെ പോകുമ്പോഴും നമ്മൾ ആ ബന്ധം നമ്മൾ അവിടെ മുറിയുന്നില്ല. അടുത്ത ലൊക്കേഷനിൽ പോകുമ്പോൾ തിരിച്ച് നമ്മൾ മിസ് ചെയ്യാത്തൊരു തിരിച്ച് ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് തന്നെയാണ് നമ്മൾ പോവുക. കല്യാണം കഴിച്ച് ബഹറിലായ സമയത്താണ് അദ്ദേഹം സുഖമില്ലായിരിക്കുന്നത്. കാണാൻ വന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഹോളിഡേക്ക് എന്താ വെച്ചാൽ മോൾക്ക് സ്കൂൾ വന്ന് ബഹറിനിലൊക്കെ ഈ ഗൾഫ് കൺട്രീസിൽ ജൂൺ ജൂലൈ ആണ് വെക്കേഷൻ വരുന്നത്, നല്ല ചൂടുള്ള സമയമാകുമ്പോൾ. പിന്നെ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും സ്കൂൾ തുറക്കും അങ്ങനെയുള്ള ഇതിൽ. അപ്പോൾ ആ സമയത്ത് വന്ന സമയത്താണ് ഞാൻ അറിഞ്ഞത് സുഖമില്ലാതിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന് കുറച്ച് മുമ്പേ 2010 എൻ്റെ അമ്മ മരിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നപ്പം നമ്മളെല്ലാവരും കരഞ്ഞൊരു സൈഡിലിരിക്കുമ്പോഴത്തേക്കും ഇവർ വന്ന് കണ്ടിട്ട് അങ്ങ് എൻ്റെ ബ്രദറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് അങ്ങ് ഇറങ്ങിയല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വേണുചേട്ടനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്യും എന്ത് പറ്റി ചേട്ടൻ, എന്താ വെച്ചാൽ കണ്ടിട്ട് കുറച്ച് ഒരു സുഖം ഇല്ലാത്തതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ കൂടെ അഭിനയിച്ച ഒരാൾ ഇങ്ങനെ ഞാൻ കണ്ടില്ല. അപ്പം പിന്നെയാണ് ഞാൻ ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷെ അത് ഞാൻ അടുത്ത വെക്കേഷന് വരുമ്പോൾ ഇങ്ങനെ പുള്ളി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പോയി കാണാനായിട്ട് പോയായിരുന്നു. അപ്പോൾ മോളെയൊക്കെ കണ്ടിട്ട് തലോടുകയൊക്കെ ചെയ്ത് നല്ലൊരു ഇതായിരുന്നു. അപ്പം പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ല അസുഖമായിട്ട് കിടക്കുന്നു തിരിച്ചു വരും എന്നുള്ള ഇതാണല്ലോ. അങ്ങനെയും ഒരു അതെ കുറച്ച് ദിവസം ഞങ്ങൾ ബഹ്റിനിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അല്ല വളരെ സ്നേഹമുള്ള വളരെ കെയറിങ്ങും ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാ. ഒരു എന്താ താരജാട എന്നുള്ളത് ഒന്നുമില്ലാത്ത വളരെ സ്നേഹമുള്ളൊരു ചേട്ടനായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ ചെന്നാൽ അദ്ദേഹം ഭക്ഷണമൊക്കെ നമുക്ക് വാരിത്തരുന്ന ഒരാളാണ്, അങ്ങനെ കരുതലുള്ള ഒരാളാണ്. വളരെ അതെ. നമ്മൾ എനിക്കിപ്പോഴും ഓർക്കുന്നു, ഞാൻ ഒരിക്കൽ പോകുമ്പോൾ ഈ പാത്രത്തിൽ നിറച്ചും സാമ്പാറിനകത്ത് ഇഡലി ഇട്ടിരിക്കും. സാമ്പാർ ഇഡലി എന്ന് പറഞ്ഞിട്ട് ഈ സ്പൂണിൽ ഇങ്ങനെ ഒരു പൂരി തരുന്ന വളരെ സ്നേഹം. അപ്പം ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ അല്ലേ? അതെ തീർച്ചയായിട്ടും. എനിക്ക് അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്ത് ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു വർക്ക് ചെയ്ത പോലെയല്ല. ആ സമയത്ത് കുറേ ആൾക്കാരുടെ കൂടെ ഇപ്പം നസീർ സാറിൻ്റെ കൂടെ ചെയ്തു, മധു സാറ് അല്ല ഇപ്പം ഇല്ലാത്തവരെന്ന് പറഞ്ഞാൽ ഇപ്പം നസീർ സാറ്, സുഗുവേട്ടൻ, സോമേട്ടൻ, ബഹദൂറിക്ക, പിന്നെ പറവൂർ പരൻ സാറ്, തിലകൻ സാറ്, അങ്ങനെ കുറേ ലെജൻസിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം. ഡയറക്ടേഴ്സോ ആരെങ്കിലും എല്ലാം എന്ന് പറയാം. അപ്പം അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഇവർ വിളിച്ചു, നമ്മൾ പോയി അഭിനയിച്ചു, നല്ല കുറേ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അതെ എല്ലാം അതെ അതെന്ന് വെച്ചാൽ പടത്തിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് പൂജപ്പുരയിലാണ് താമസിക്കുന്നത്. ഞങ്ങളും പൂജപ്പുരയിലായിരുന്നു ആലപ്പുഴയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം താമസിച്ചത്. അപ്പോൾ അവിടെ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് കഥ ഫുൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ കഥ പുള്ളിയുടെ നറേഷൻ, നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ആർട്ടാണ്. അത് ചിലർ നല്ല പറഞ്ഞ് ഫലിപ്പിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അത് ഉള്ളിൽ തട്ടുന്നില്ല. അതുപോലെയായിരുന്നു എന്ന് അത് എന്ന് വെച്ചാൽ ലാസ്റ്റ് ശോഭ മരിക്കുകയാണല്ലോ. അപ്പം കണ്ണ് നിറഞ്ഞ ഒരു ഇതായി. അപ്പം ക്യാരക്ടർ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു വളരെ നല്ലത്, വളരെ ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്നുള്ളത്. വെച്ചാൽ ശോഭയുടെ കൂടെ അതിന് മുമ്പേ ഉൾക്കടൽ ചെയ്തെങ്കിലും ഞങ്ങൾ കാണുന്നു, അങ്ങനെ ഒത്തിരി നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ അത്ര ഇത് വന്നില്ല. എന്ന് വെച്ചാൽ ഒന്നേരം ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു, ഹോട്ടലല്ല,
ട്രിവാൻഡ്രത്ത് താമസിക്കുന്നു, ശോഭ ഹോട്ടലിലാണ്. അപ്പം നമ്മൾ ലൊക്കേഷൻ വരുമ്പോൾ കാണുന്നു, അപ്പം ഇരുന്ന് സംസാരിക്കുന്നു എന്നല്ലാതെ മറ്റേ നമ്മൾ തിരിച്ചു പോയിട്ടുള്ള ഒരു ഇതില്ലല്ലോ. അപ്പം അങ്ങനെ ഈ പടം പക്ഷെ ഫുൾ നമ്മൾ വർക്ക് ചെയ്യുവാണല്ലോ. അപ്പം അതൊരു സാറിൻ്റെ അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഞാൻ സാറിൻ്റെ മറ്റേ കരിയിലെ കാറ്റ് പോലെ ദേശാടന കിളിപ്പർ കരയാറില്ല. അപ്പം അങ്ങനെയുള്ള പടങ്ങളും ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി.